ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. 2 ദിവസമായി വീട്ടിലോട്ട് വിരുന്ന് വന്നിട്ട്. നാളെ മൺഡേ ആണല്ലോ, സ്കൂളും മദ്രസൊക്കെ തുറക്കുന്നുണ്ട്. അപ്പം ഇന്ന് വൈകുന്നേരം വീട്ടിലോട്ട് തന്നെ പോകണം കേട്ടോ. രാവിലെ ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയാൽ പിന്നെ കുറച്ച് നേരം വൈകിട്ടാണ് എണീക്കുക. മക്കൾസൊന്നും ഉണർന്നിട്ടില്ല കേട്ടോ. ഇന്ന് അനിയത്തിയുടെ വീട്ടിലേക്കും പോകണം കേട്ടോ. അവളുടെ മോളുടെ ബർത്ത്ഡേ ആണ്, അപ്പം അതിനും പോകണം. എന്നും അനിയത്തി കൂടെ ഉണ്ടാവലുണ്ട് കേട്ടോ വിരുന്ന് വരുമ്പം. ഈ പ്രാവശ്യം അവളില്ല. അവളുടെ മക്കൾസിൻ്റെ ഒക്കെ നബിദിന പരിപാടി ഒന്നും കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അവൾ വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞു. പിന്നെ ഏട്ടത്തിയുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അവളുണ്ട് കേട്ടോ. ലുലുമോൾ എണീറ്റിട്ടുണ്ട്. അവൾ പല്ലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞങ്ങളുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തേപ്പാണ്, അത് നനച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഉമ്മ പോവുകയാണ് കേട്ടോ. വീട് എനിക്കും കാണണം എന്ന് പറഞ്ഞിട്ട് ലുലുമോളും കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. ഉമ്മ ദോശയൊക്കെ ചുട്ടിട്ടാണ് പോയിട്ടുള്ളത്. ലിയക്കുട്ടി ഉണർന്നിട്ടില്ല. എന്ന് അവൾ ഉണരുമ്പോഴേക്കും ഞാനൊന്ന് ചായ കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ദോശയും ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും കൂടെ കൂട്ടി കഴിക്കുകയാണ് കേട്ടോ. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. അനിയത്തിയുടെ മോളുടെ ബർത്ത്ഡേ അല്ലേ, അതിന് വേണ്ടിയിട്ട് പോകുമ്പോൾ ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് വേണം പോവാൻ. ബസ് കാത്തോണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. ഭാഗ്യത്തിനൊരു മടക്കോട്ടോ കിട്ടി. അപ്പോൾ അതിൽ ഇടക്കരക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടു. പിന്നെ ഇടക്കര എത്തിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവിടുന്ന് ബസ്സിന് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഇടക്കര എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു കടയിൽ കയറിയിട്ടുണ്ട്. ഊഞ്ഞാല വാങ്ങാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. ഞാനൊരു ഊഞ്ഞാല വാങ്ങിയിട്ടുണ്ട്, പിന്നെ ഒരു ഉടുപ്പും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇടക്കര എത്തി അവർക്ക് വേണ്ടാത്ത ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പ്രത്യേകിച്ച് ഉമ്മ കൂടെ ഉള്ളതുകൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേണ്ടി വരും കേട്ടോ. അങ്ങനെ ഒരു ഫാൻസി കടയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നീട് ഞങ്ങൾ ബസ്സിന് പോന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല, നല്ല തിരക്കായിരുന്നു കേട്ടോ. ലുലുമോള് ചെറിയൊരു പിണക്കത്തിലാണ് കേട്ടോ. ഇടയ്ക്കിലെത്തിയപ്പോൾ അവൾക്ക് എന്തോ ഒരു സാധനം വേണമെന്ന് പറഞ്ഞു കേട്ടോ. അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അത് മേടിച്ചു കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അതിൻ്റെ ദേഷ്യമാണ് കേട്ടോ. അങ്ങനെ അനിയത്തിയുടെ വീടെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അവളുടെ വീട്. വലിയ ആഘോഷമൊന്നുമില്ല കേട്ടോ. അവളുടെ വീട്ടുകാരും ഞങ്ങളും മാത്രം തന്നെ ഉള്ളായിരുന്നു കേട്ടോ. ജയക്കുട്ടി എന്നാണ് കേട്ടോ അവളെ വിളിക്കുന്നത്. ഇവളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. ആള് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നപ്പോഴാണ് ഉണർന്നിട്ടുള്ളത്. ആ ഒരു ക്ഷീണത്തിലാണ് കേട്ടോ കുട്ടി. ലിയക്കുട്ടി അവിടെ ഇരുന്ന് എന്തൊക്കെയോ വികൃതികളൊക്കെ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. ആള് കുറച്ച് വികൃതിയാണ് കേട്ടോ. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ഇത് അനിയത്തിയും അവളുടെ മോളും പിന്നെ അവളുടെ ഉമ്മയും കൂടെയാണ് കേട്ടോ. മക്കൾസിനൊക്കെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ, എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. അവർ 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയാണ് കേട്ടോ അവൾക്കുള്ളത്. ജയക്കുട്ടി ഉറങ്ങി നീച്ചുകൊണ്ട് ഒരു ചെറിയൊരു കുറുമ്പൊക്കെ ഉണ്ട് കേട്ടോ. അധികം ഫോട്ടോസൊന്നും എടുക്കാൻ അവളെ സമ്മതിച്ചിട്ടില്ല കേട്ടോ. കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ചെറിയ നേരം വൈകിട്ടാണ് വന്നത്. ചെറിയുടെ ഫ്രണ്ടിൻ്റെ ഉപ്പ മരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് മയ്യത്തൊക്കെ എടുത്തിട്ടാണ് ചെറി വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ചെറി വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പോകുന്നു കേട്ടോ. ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്